ശബ്ദം എന്തിനു വേണ്ടിയാണ് അല്ലേ? ഡിസ്റപ്ഷൻ ആണെങ്കിൽ ജനങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തോളും. എന്റെ പൊന്നു ദൈവമേ, ഇത് നമ്മുടെ കോക്രോച്ച് പാർട്ടി, അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അതിനെക്കുറിച്ച് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. അത് ഉത്ഭവിച്ച ഒരു പശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ പിന്നിൽ ആരായിരിക്കാം എന്നുള്ളതും നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഞാനും ഊഹിക്കുന്നുണ്ടാവും. ആഹാ, ഞങ്ങൾ ആരെ കുറിച്ച് ഊഹിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും ഊഹിച്ചോ? എന്നാൽ ജി ആരെ കുറിച്ചാ ഊഹിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേരെ. നമുക്കതല്ല, മോദി ഗവർണൻസിന്റെ best over the best which has already been exercised and exhibited. പിന്നെ മോദിജി ഓരോ ദിവസവും ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല സംഭവങ്ങൾ ചെയ്തോണ്ടിരിക്കുവല്ലേ. മോദിജി ചെയ്ത നല്ല നല്ല സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേരെ. കൂടുതൽ ബെനിഫിറ്റ്സിന് വേണ്ടി അതേ യുവ ജനതയ്ക്ക് വേണ്ടി we will look after the youth of the country, we will look after the Nari Shakti, we will look after the hapless or the downtrodden, and we will definitely be caring. We have proved it. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. അപ്പൊ ഞങ്ങൾ ഇത് നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ആഹാ, പെട്രോൾ വില വർധനവിനെ കുറിച്ച് ജിയുടെ അഭിപ്രായം എന്താണ്? കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നടന്നോളും. രാജ്യത്ത് വീണ്ടും ഇന്ധന വില വർധന. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. അതൊക്കെ പോട്ടെ, ജിയുടെ മകന്റെ പടത്തെ കുറിച്ച് ജിയുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. സൗകര്യമല്ല പറയാൻ. എന്തായാലും ജിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോ എനിക്ക് ജിയുടെ തന്നെ ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്. എന്നാൽ ഇനിയും ജി തൃശ്ശൂര് നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരുകാർ കൊടുക്കാൻ പോകുന്നത് മിക്കവാറും ഇതായിരിക്കും. ജനപ്രതിനിധി പെറ്റമ്മ കുത്താൻ മടിക്കും മകന്റെ ചിഹ്നത്തിൽ. അതാ നാട്ടുകാരുടെ ഗതികേട്. ചുണയുണ്ടോ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇനിയൊന്ന് കാലുകുത്താൻ? തിരുമുഖത്തെ എതിരേൽക്കാൻ നാട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട് ചൂലും ചാണകവെള്ളവുമായി. തോന്നിയാസം പറയുന്നോ? അതേ പറയൂ.